ഹലോ, ഞാനിന്ന് വന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നിങ്ങൾക്ക് അപ്രൻറ്റീസ് ആയിട്ട് ട്രെയിനിങ് നോക്കിയാലോ, അത് സ്റ്റൈപ്പൻഡോട് കൂടി. ആ കാര്യം പറയാനാണ്. ഫാക്ടിലേക്കാണ് ഈ അപ്രൻറ്റീസ്ഷിപ്പിനെ വിളിച്ചിരിക്കുന്നത്. ഉദ്യോഗ് മണ്ഡലിലാണ്, അറിയാലോ. സോ ഇതിൻ്റെ പീരീഡ് ഓഫ് ട്രെയിനിങ് എന്ന് പറയുന്നത് 1 year ആണ്. ഇപ്പോൾ വിളിച്ചിരിക്കുന്ന ട്രേഡുകൾ എന്ന് പറയുന്നതും അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. അത് വേണ്ട ഏതൊക്കെ ട്രേഡാന്ന് വെച്ചാൽ ഫിറ്റർ, മെഷീനിസ്റ്റ്, ഇലക്ട്രീഷ്യൻ, പ്ലംബർ, mechanicmotorvehicle, carpenter, mechanicdiesel, instrumentmechanic, welder, gasandelectric, painter അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസ് അല്ലെങ്കിൽ COPO. ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് 60% മാർക്കാണ് അതിൻ്റെ റിലവൻ്റ് ആയിട്ടുള്ള ITIയിൽ. അത് അല്ലെങ്കിൽ SSSTക്ക് ആണെങ്കിൽ 50% മാർക്കായാലും മതി. ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 23 വയസ്സിൽ കൂടാൻ പാടുള്ളതല്ല. അത് ഏജ് റിലാക്സേഷൻ ഒക്കെ ഉള്ളത് അത് ചെക്ക് ചെയ്യുക. സോ അടുത്ത ഏതൊക്കെ ട്രേഡാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഫിറ്റർ, മെഷീനിസ്റ്റ്, ഇലക്ട്രീഷ്യൻ, പ്ലംബർ, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, കാർപ്പൻറ്റർ, മെക്കാനിക് ഡീസൽ, ഇൻസ്ട്രുമെന്റ് മെക്കാനിക്, വെൽഡർ, ഗ്യാസ് ആൻഡ് ഇലക്ട്രിക്, പെയിൻറ്റർ, പിന്നെ COPA അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റന്റ്. ഈ ട്രേഡിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. സോ നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഫാക്ടിൻ്റെ ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റിൽ കയറിയിട്ടാണ് നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടത്. ഇത് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 25th ആണ്. 25th അതിന് മുമ്പോ നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടതാണ്. സോ ഇത് അപ്ലോഡ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ 10th ക്ലാസ് പാസ്സായ സർട്ടിഫിക്കറ്റ്, IT പാസ് സർട്ടിഫിക്കറ്റ്, അതല്ല കാസ്റ്റ് സർട്ടിഫിക്കറ്റോ EWSൻ്റെ സർട്ടിഫിക്കറ്റോ ഉണ്ടെങ്കിൽ അത്, പിന്നെ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് വേണ്ടവരാണെങ്കിൽ അത്, ആധാർ കാർഡ്, പിന്നെ ഫാക്ടിലെ എംപ്ലോയീസ് ആണെങ്കിൽ അവരുടെ ഡിപ്പെൻഡൻ്റ് ആണ് അയക്കുന്നതെങ്കിൽ അവരുടെ ഡിപ്പെൻഡൻസി സർട്ടിഫിക്കറ്റ്, പിന്നെ ഇമെയിൽ ID, ഫോൺ നമ്പർ, ഇതെല്ലാം ഇതിന് അത്യാവശ്യമായിട്ടുള്ള വേണ്ടുന്നതാണ്. പിന്നെ മെറിറ്റ് ലിസ്റ്റ് ഇവർ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് ക്വാളിഫയിങ് എക്സാമിൻ്റെ ബേസിസിലായിരിക്കും. അതല്ലെങ്കിൽ SSLC, അതിൻ്റെ ഡീറ്റെയിൽസ് അവർ കൊടുത്തിട്ടുണ്ട്. ടൈ വരുവാണെങ്കിൽ അത് എങ്ങനെയാണ് അവർ ആ ലിസ്റ്റ് ഇടുന്നതെന്നുള്ള ഡീറ്റെയിൽ ആണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. സോ ഇതിൻ്റെ ജോയിനിങ് ടൈമിൽ നമ്മൾ എല്ലാ സർട്ടിഫിക്കറ്റും കൊണ്ടുപോകേണ്ടതാണ് ഒറിജിനൽ. പിന്നെ ഇതിൻ്റെ എല്ലാം ഓരോ അറ്റസ്റ്റഡ് കോപ്പിയും 6 പാസ്പോർട്ട് സൈസ് ഫോട്ടോയും നമുക്കിതിൻ്റെ കൂടെയൊക്കെ വേണ്ടുന്നതാണ്. സോ ഇതൊക്കെയാണ് ആ ഡീറ്റെയിൽസ്. പിന്നെ SC ST OBCക്കൊക്കെ ആണെങ്കിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റും അതിൻ്റെ നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റും ആവശ്യമാണ്. പിന്നെ NAPSCയിൽ രജിസ്ട്രേഷൻ ID വേണം. പിന്നെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും ഡിപ്പെൻഡൻസി സർട്ടിഫിക്കറ്റും മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും നമ്മൾ കൊണ്ട് ഹാജരാക്കേണ്ടതാണ് ഇത് ജോയിൻ ചെയ്യുന്ന സമയത്ത്. സോ ഇതൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. സോ ഇതിൽ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ അതെല്ലാം അപ്ലൈ ചെയ്യാം. സോ താങ്ക് യു, ബൈ.